നഴ്സിംഗ് പ്രവേശന ക്രമക്കേടിലെ കൂടുതൽ വിവരങ്ങൾ പുറത്തുവിട്ട 24. പത്തനംതിട്ട വടശ്ശേരിക്കര ശ്രീ അയ്യപ്പ കോളേജിലെ മാനേജ്മെന്റ് സീറ്റിലെ പ്രവേശനത്തിൽ മെറിറ്റ് അട്ടിമറി ഉണ്ടായി എന്ന് പരാതി. ഇതുമായി ബന്ധപ്പെട്ട് ഫീസ് റെഗുലേറ്ററി കമ്മിറ്റി ശ്രീ അയ്യപ്പ കോളേജിന് നോട്ടീസ് നൽകി. ക്രമക്കേട് നടത്തിയിട്ടില്ലെന്നാണ് കോളേജ് മാനേജ്മെന്റ് പറയുന്നത്. 24 ഫോളോ അപ്പ് വിവരങ്ങളുമായി ഉമേഷ് ബാലകൃഷ്ണൻ ചേരുന്നു. ഉമേഷ്, എന്താണ് ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സ്? ഇത് ഏറ്റവും സുപ്രധാനം. നമ്മൾ വാർത്ത കൊടുക്കുന്നത് ഈ മാസമാണ്. പക്ഷേ കഴിഞ്ഞ മാസം 14-ാം തീയതി തന്നെ വടശ്ശേരിക്കര ശ്രീ അയ്യപ്പ കോളേജിനെതിരെ ഗുരുതര ആരോപണങ്ങൾ ഉന്നയിച്ച് വിദ്യാർത്ഥികൾ പരാതി അയച്ചു എന്നുള്ള വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അത് ഇപ്രകാരമാണ്: കഴിഞ്ഞ നവംബർ 14-ന് 6 വിദ്യാർത്ഥികൾ ഫീസ് റെഗുലേറ്ററി കമ്മിറ്റിക്ക് ഒരു പരാതി അയക്കുന്നു. ഈ പരാതിയുടെ ഉള്ളടക്കം എന്ന് പറയുന്നത് ഗുരുതരമായ ആരോപണമാണ്. അതായത് ഈ മാനേജ്മെന്റ് സീറ്റിലെ അഡ്മിഷന് വേണ്ടി ഈ 6 വിദ്യാർത്ഥികൾ കോളേജിലേക്ക് അപേക്ഷ നൽകുന്നു. ഈ അപേക്ഷ നൽകിയ വിദ്യാർത്ഥികളെ വിളിച്ച് തലവരിപ്പണം വേണമെന്ന്, കോഴ വേണമെന്ന് ആവശ്യപ്പെട്ടു. എന്നാൽ മാത്രമേ മാനേജ്മെന്റ് സീറ്റിൽ അഡ്മിഷൻ നൽകൂ എന്ന നിലപാടെടുത്തു. എന്നാൽ അവർ നൽകിയില്ല. പിന്നീട് 13-ാം തീയതി മാനേജ്മെന്റിന്റെ മെറിറ്റ് ലിസ്റ്റ് വരുന്നു. പക്ഷേ ഇവർ ഈ പട്ടികയിൽ താഴെയാകുന്നു. അതുകൊണ്ട് തന്നെ ആ മെറിറ്റ് ലിസ്റ്റ് പട്ടികയുമായി ബന്ധപ്പെട്ട് പരിശോധിച്ചപ്പോൾ ആദ്യത്തെ 20 പട്ടിക പരിശോധിച്ചപ്പോൾ അതിൽ 10 പേരുടെ വിവരങ്ങൾ അത് ക്രമവിരുദ്ധമായി അവരുടെ അപേക്ഷ തന്നെ കൃത്രിമം കാണിച്ചു എന്നുള്ള പരാതിയാണ് ഈ അവർ നൽകിയ 6 വിദ്യാർത്ഥികൾ ഒന്നിച്ച് ഫീസ് റെഗുലേറ്ററി കമ്മിറ്റിക്ക് ഇമെയിൽ മുഖാന്തരം അയച്ച പരാതിയിൽ പറയുന്നത്. ഈ പരാതി 14-ാം തീയതി ലഭിക്കുന്നു. 20-ാം തീയതി ഇതിന് 3 ദിവസത്തിനകം മറുപടി നൽകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു നോട്ടീസ് ഫീസ് റെഗുലേറ്ററി കമ്മിറ്റി ശ്രീ അയ്യപ്പ കോളേജിന് അയക്കുന്നു. അതിനുശേഷം ഒരു മറുപടിയും ലഭിച്ചില്ല. നമ്മൾ അയ്യപ്പ കോളേജ് മാനേജ്മെന്റുമായി ബന്ധപ്പെട്ടപ്പോൾ അവർ പറയുന്നത് തങ്ങൾക്ക് ഇങ്ങനെ ഒരു കത്ത് ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ്. ഒന്നുകിൽ ഫീസ് റെഗുലേറ്ററി കമ്മിറ്റി അവരുടെ സേഫ്റ്റിക്ക് വേണ്ടി ഇത്തരം ഒരു കത്ത് തയ്യാറാക്കി വെച്ചു, പകരം അയച്ചില്ല. അല്ലെങ്കിൽ അയച്ച് അവർക്ക് ലഭിച്ചിട്ടില്ല, അല്ലെങ്കിൽ ലഭിച്ച ശേഷം അവർ കള്ളം പറയുന്നു. ഈ 3 സാധ്യതയാണ് ഇതിലുള്ളത്. അതിൽ വ്യക്തത വരേണ്ടതുണ്ട്. തുടർ അന്വേഷണം ഇതിൽ നടക്കേണ്ടതുണ്ട്. എന്തായാലും മാനേജ്മെന്റ് പറയുന്നത് മാനേജ്മെന്റ് സീറ്റിലും അവർ ഒരു കൃത്രിമവും കാണിച്ചിട്ടില്ല, സുതാര്യമായി തന്നെയാണ് എല്ലാ കാര്യങ്ങളും നടത്തിയത് എന്നാണ്. SKN. ഓക്കെ, താങ്ക് യു. ഉമേഷ് ബാലകൃഷ്ണനാണ് വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ചേർന്നത്.